റുമാലി റൊട്ടി നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അതിന്റെ ആ ഒരു വലിപ്പമാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, അത് പൊക്കി മുകളിലേക്ക് എറിഞ്ഞെടുത്ത് എയർ സമ്മർദ്ദം ചെലുത്തിയാണ് അത് പരന്ന് വരുന്നത്. നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അതൊക്കെ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അതുപോലെ റുമാല് ആ കർച്ചീഫ് പോലെ അത്രയ്ക്ക് നൈസ് ആയിട്ടുള്ള റൊട്ടി തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് വെച്ച് ഒക്കെ കൂടി ഒരുമിച്ച് പരത്തിയെടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇല പോലെ ഭയങ്കര അത്രയ്ക്ക് നൈസ് ആയിട്ട് വരും കേട്ടോ. പക്ഷെ ഇങ്ങനെ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളിത് ചുടുന്ന സമയത്ത് ഇതേപോലെ ഒറ്റപ്പെട്ട് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ കുഴയിൽ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ഞാനൊരു 2 കപ്പ് പൊടിയാട്ടോ എടുത്തത്. അതിൽ 14 ബോൾസ് ഉണ്ടായിരുന്നു. അപ്പൊ 2 പ്രാവശ്യമായിട്ട് 7 വെച്ച് പരത്തിയാണ് ഞാൻ ചുട്ടെടുത്തത്. ഇതിന്റെ ആ ഒരു ടിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ എളുപ്പമാട്ടോ അത് ചുട്ടെടുക്കാനും എല്ലാവരും കുഴക്കാനും. ഒരുപാട് നേരം നിന്ന് കുഴച്ചിടങ്ങാറൊന്നും ആവണ്ട. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള റുമാലി റൊട്ടി നിങ്ങൾക്ക് തയ്യാറാക്കാം. പലതരം ചേരുവയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കാം. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. റുമാലി റൊട്ടി തയ്യാറാക്കാനായിട്ട് നമുക്ക് ടോട്ടൽ വേണ്ടത് 2 കപ്പ് മൈദയാണ്. അതിൽ 1.5 കപ്പ് ഞാൻ ആദ്യം ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ 1 കപ്പ് ഇട്ടെടുത്ത് ഇനി ഒരു അരക്കപ്പും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. നമ്മൾ റുമാലി റോട്ടിക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഡോ എത്രയും സോഫ്റ്റ് ആണോ അതനുസരിച്ച് നമ്മുടെ റുമാലി റോട്ടിയും സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാൻ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കൂടി പോകരുത്, കുറഞ്ഞാലും ഇപ്പൊ എത്ര കുറഞ്ഞാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചെടുക്കാം. നിങ്ങളുടെ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ എന്താണെന്ന് ഉള്ളതെന്ന് വെച്ചാൽ അത് ഒഴിച്ചെടുത്താൽ മതി. അതൊന്നും ഇല്ലെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിത് ഒഴിച്ചെടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാട്ടോ കൈയൊക്കെ കഴുകി തുടച്ചൊക്കെ വന്ന് കുറച്ച് സമയം എടുത്തായിരുന്നു ഇത് തിരുമ്മി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണോ അതോ എണ്ണയുടെ ആണോ അറിയില്ല കേട്ടോ. പൊടി വല്ലാതെ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റെപ്പ് എല്ലാവർക്കും ചെയ്യേണ്ട നിർബന്ധമില്ല കേട്ടോ. കട്ട പിടിക്കാന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ജസ്റ്റ് സ്ട്രെയിൻ ചെയ്തെടുത്താൽ മതി. അങ്ങനെ പൊടി കംപ്ലീറ്റ് ഞാനൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പൊടി ഒന്ന് കുഴച്ച് നല്ലൊരു ഡോ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പാല് ചേർക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. ഇനി നിങ്ങൾക്ക് പാലില്ല, പാല് ചേർക്കാൻ പറ്റില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം മാത്രം ഉപയോഗിച്ച് കുഴച്ചെടുക്കാം. ഈ ഒരു 1 കപ്പ് പാലിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള വെള്ളമായിട്ട് ഒഴിച്ചെടുത്തത്. അപ്പൊ നേരിയൊരു ചൂട് നമ്മുടെ പാലും വെള്ളത്തിന് വേണം. കൈ ജസ്റ്റ് ഒന്ന് മുക്കി നോക്കാം. നേരിയൊരു ചൂടേ പാടുള്ളൂ. ഒരുപാട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോയ്ക്ക് പശപശപ്പ് കൂടും. അപ്പൊ റുമാലി റോട്ടിയുടെ രീതിക്ക് പരത്തിയെടുക്കാൻ പറ്റില്ല കേട്ടോ, ഒട്ടി പിടിക്കും. റുമാലി റോട്ടി പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പരത്തി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലെ ഓരോ സ്റ്റെപ്പും വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു കൈ കൊണ്ട് പാലും വെള്ളം ഇങ്ങനെ ഒഴിച്ചെടുത്തോണ്ടിരിക്കുക, മറ്റൊരു കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ചെടുത്തോണ്ടിരിക്കുക കേട്ടോ. യൂസ് ചെയ്യുന്ന ഓരോ പൊടിയുടെയും വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളത്തിന്റെ അളവിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാനിവിടെ ടോട്ടൽ 1 കപ്പ് പാലും വെള്ളമാണ് എടുത്തിരുന്നത്. അതിൽ 2 ടേബിൾ സ്പൂൺ വെച്ച് ബാക്കി കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈവനായിട്ട് എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ വെള്ളം ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചെടുത്ത് കുഴച്ചെടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുഴച്ചെടുത്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ ഇനി വെള്ളം മതി, എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ പാകത്തിനായിട്ടാണ്. ആ ഒരു സമയത്ത് നമുക്ക് നിർത്തി കൊടുക്കാം. കണ്ടില്ലേ, ഇതിപ്പോ ഈ ഒരു രീതിയിൽ തിക്കി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് മൈദ ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കണം. ഒറ്റയടിക്ക് നമ്മൾ ഡോ ബലത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റുമാലി റോട്ടി ഭയങ്കര ബലമായിരിക്കും, ഹാർഡായിരിക്കും. അല്ല നമ്മൾ ലൂസായിട്ട് ഒറ്റയടിക്ക് അങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റിയെടുക്കാൻ പറ്റില്ല, ഒട്ടി പിടിക്കും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യാട്ടോ. ആട്ടപ്പൊടിയിലെ ഒരു സ്റ്റിക്കിനെസ് ഉണ്ടല്ലോ, അത് പോകുന്നത് വരെ ഇതേ രീതിയിൽ പൊടി ചേർത്തെടുത്ത് കുഴച്ചെടുത്തോണ്ടിരിക്കുക കേട്ടോ. ഏകദേശം ഒരു 1/4 കപ്പിന് മുകളിലായിട്ട് എനിക്ക് ഇതിലേക്ക് വേണ്ടി വന്നിട്ടുണ്ട്. പരത്താനുള്ള കുറച്ച് പൊടി ബാക്കി വന്നു. എനിക്ക് 2 കപ്പ് പൊടി എടുത്തത് എല്ലാത്തിനും കൂടി കറക്റ്റ് ആയിരുന്നു കേട്ടോ. നല്ലൊരു സോഫ്റ്റ് ഡോ തയ്യാറായിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്കിനെസ് ഒക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചെടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ആയിപ്പോയി എടുത്തത്, അത്രയൊന്നും വേണ്ട കേട്ടോ. 1 ടീസ്പൂൺ മതിയാവും. ഞാൻ ബാക്കിയുള്ളത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ഒരു പാത്രമാണത്. ഓയിൽ ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്ത ശേഷം ഇത് ചെറിയ ബോൾസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി സമയമൊന്നും ഈ പൊടിയിട്ട് ഞാൻ കുഴച്ചിട്ടില്ല കേട്ടോ. ഏകദേശം എല്ലാം ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. നമുക്ക് ഒരുമിച്ച് വെച്ച് പരത്തിയെടുക്കേണ്ടതാണ്. അപ്പൊ ഞാൻ എടുത്തത് ചിലത് ഇച്ചിരി ചെറുതൊക്കെ ആയി പോയിട്ടുണ്ട്. ടോട്ടല് 14 ബോൾസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ 14 റുമാൽ റൊട്ടി ഉണ്ടാവും. ഇതെല്ലാം ഇതുപോലെ ഉരുളകളാക്കിയിട്ട് നമ്മൾ ഓയിൽ തേച്ച് വെച്ച പാത്രത്തിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആ രീതിക്ക് നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ ഒന്ന് ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി. ഇനി ഇതിന്റെ പുറത്ത് കുറച്ച് ഓയിൽ തേച്ചെടുത്ത ശേഷം അടിച്ച് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 4 മണിക്കൂർ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും വെക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ രാത്രി ഇങ്ങനെ വെച്ചിട്ട് രാവിലെ ചുടാം, അല്ലെങ്കിൽ രാവിലെ വെച്ചിട്ട് രാത്രി ചുടാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 4 മണിക്കൂർ അല്ല 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഡോ ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് നന്നായിട്ട് അടിച്ചു വെക്കാം കേട്ടോ. ആ 1 കപ്പ് പാലും വെള്ളത്തിൽ എനിക്ക് ബാക്കി വന്ന പാലാട്ടോ ഇത്. ഇത്രയും എനിക്ക് ബാക്കി വന്നായിരുന്നു. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു 2 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇത് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. എന്നാൽ ഇത് ഒട്ടും സ്റ്റിക്കിയോ അല്ല കേട്ടോ, നമ്മുടെ കയ്യിലൊന്നും പിടിക്കണില്ല. ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് ഒരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചാണെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ. ഞാനൊരു ന്യൂസ് പേപ്പർ അവിടെ വിരിച്ചിട്ടിട്ടുണ്ട്. അത് പറ്റുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 2 കപ്പ് മൈദപ്പൊടിയിൽ കുറച്ച് പൊടി ബാക്കി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ആ ചപ്പാത്തി പലകയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഡോ അങ്ങ് വെച്ചെടുക്കാം, ഒരു ഉരുള. അതിന് മുകളിലും കുറച്ച് പൊടി തൂക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തണമാതിരി അങ്ങ് പരത്തി കൊടുക്കാം. പരത്തിയെടുക്കാൻ വളരെ എളുപ്പമാട്ടോ, പെട്ടെന്ന് തന്നെ ആയി കൊടുക്കും. ഒരു ചെറിയ പപ്പടം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തിന് പരത്തിയ ശേഷം ഞാൻ അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ന്യൂസ് പേപ്പറിലേക്ക് അങ്ങ് മാറ്റി വെച്ചെടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് പരത്തിയെടുക്കണം.
ടോട്ടല് 14 ഉരുളകളാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 7 എണ്ണം പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ 7 എണ്ണമാണ് ആദ്യം ചുട്ടെടുക്കുന്നത്. അതിനുശേഷമാണ് അടുത്തത് പരത്തി ചുട്ടെടുക്കുന്നുള്ളൂ കേട്ടോ. ഒക്കെ കൂടി പരത്തി വെച്ച ബലം പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഓയിലോ ഗീയോ എന്തെങ്കിലും തേച്ച് കൊടുക്കാം. എല്ലാ സ്ഥലത്തേക്കും നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത ശേഷം അതിന്റെ മുകളിൽ മൈദപ്പൊടി കുറച്ചൊന്ന് വിതറി കൊടുക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആ രീതിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ വിതറി കൊടുക്കാം കേട്ടോ. ഒരുപാട് പൊടിയായാലും ബലം വരും. പൊടി കുറഞ്ഞായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചട്ടിയിൽ ചുട്ടെടുക്കുന്ന സമയത്ത് ചുട്ടെടുക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് 7 എണ്ണം ഇതുപോലെ വെച്ച് പരത്തിയെടുക്കുന്നത് റിസ്ക് ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം വെച്ചാലും മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് പരത്തിയെടുത്ത് അത് ചുട്ടെടുക്കുക. അതിനുശേഷം അടുത്ത 2 എണ്ണം അങ്ങനെ വെച്ചാൽ മതി. ഇപ്പൊ നമ്മൾ ഒരു റൊട്ടിയുടെ മുകളിൽ ഓയിലും പൊടിയും തൂകിയ ശേഷം അടുത്ത റൊട്ടി മുകളിൽ വെച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലും ഓയിലും പൊടിയും തൂക്കി കൊടുക്കുക. അതിനുശേഷം അടുത്ത റൊട്ടി വെച്ചെടുക്കുക. അതിന്റെ മുകളിലും ഓയിലും പൊടിയും തൂക്കി കൊടുക്കണം. അങ്ങനെ 7 എണ്ണമാണ് സെറ്റ് ചെയ്യുന്നത്. 7-മത്തേന്റെ മുകളിൽ പൊടി ഓയിലൊന്നും തൂകണ്ട കേട്ടോ. കുറച്ച് പൊടി തൂകി ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ 6 റൊട്ടി വെച്ച് പൊടി ഓയിലും തൂക്കി കൊടുത്തു കഴിഞ്ഞു. ഇത് 7-മത്തെ ആട്ടോ ഞാനിപ്പോ വെച്ചെടുത്തത്. ഇനി നമ്മള് കുറച്ച് പൊടി മുകളിൽ ഒന്ന് തൂക്കി കൊടുത്തിട്ട് ഇത് ഇനി പരത്തിയെടുക്കും. ഇത് വളരെ നൈസാട്ടോ. പെട്ടെന്ന് തന്നെ നിങ്ങൾ പരന്നു പോരും. അതുകൊണ്ട് ഒരുപാട് ബലം പിടിച്ചൊന്നും പരത്തരുത്. പയ്യനെ ഇങ്ങനെ പരത്തി പോരാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഓരോ റൊട്ടിയുടെയും ഏകദേശം കനം കുറഞ്ഞ എത്രത്തോളം വലിപ്പം വരാന്നുള്ളത്. ആ ഒരു വലിപ്പം കഴിഞ്ഞിട്ട് വീണ്ടും പരത്തിക്കൊണ്ടിരിക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒട്ടി പിടിച്ചാൽ വിട്ടു പോരില്ല. ഓരോ റൊട്ടിയായിട്ട് നമുക്ക് വിട്ടു പോരേണ്ടതാട്ടോ. 2 റൊട്ടിയൊക്കെയാണ് വെച്ച് ഇങ്ങനെ പരത്തണമെന്നുണ്ടെങ്കിൽ വലിയ മിസ്റ്റേക്ക് നിങ്ങൾക്ക് വരില്ല. ഇത് 7 എണ്ണമാണ്. 7 എണ്ണത്തിന് അത്യാവശ്യം കനം റൊട്ടിക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഭയങ്കരമായിട്ട് നിങ്ങൾ അങ്ങോട്ട് പാനം കുറച്ച് പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ട് കിട്ടാൻ ബുദ്ധിമുട്ട് വരും. എന്റെ ഈ ചപ്പാത്തി പലക വളരെ ചെറുതാട്ടോ. ഒരു പത്തിരിനയിലൊക്കെ ഇത്തിരി വലുപ്പത്തിനുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വലുപ്പം കണ്ടുകൊണ്ട് നിങ്ങൾ ഒത്തിരി വലുപ്പം ഉണ്ടെന്ന് വിചാരിക്കരുത്. ഏകദേശം ഒരു 7 ഇഞ്ച് റൗണ്ടിലാട്ടോ നമ്മളിത് പരത്തി എടുത്തിട്ടുള്ളത്. ഇത് ഇനി ഒന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ റുമാല റൊട്ടി ചുട്ടെടുക്കാനായിട്ട് നമ്മുടെ ഉരുണ്ട ചട്ടി കുഴിയുള്ള ചട്ടി കമത്തി വെച്ച് ചെയ്യാം കേട്ടോ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല എക്സ്പീരിയൻസ് വേണം. നമ്മുടെ കൈയൊക്കെ പൊള്ളാനും ഇത് പാത്രത്തിൽ നിന്ന് ഉരുണ്ട് താഴത്തേക്ക് ചാടാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ പരന്നൊരു പാത്രത്തിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. ചട്ടി നന്നായിട്ട് ചൂടായ ശേഷം വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ആദ്യം ഇട്ട സമയം മാത്രം 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഇപ്പൊ 2 എണ്ണം മാത്രം പരത്തി വെച്ചിട്ടാണ് നിങ്ങൾ ഇടണമെങ്കിൽ 3 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും 3 സെക്കൻഡ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. ഇതിപ്പോ 7 ലെയർ ഉണ്ടല്ലോ. അതുകൊണ്ട് ആദ്യത്തെ മറിക്കല് ഒരു 10 സെക്കൻഡെങ്കിലും കഴിഞ്ഞിട്ട് മറിക്കുക. എന്താണെന്ന് വെച്ചാൽ അത്രയും കട്ടിയിലിരിക്കുകയല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ആവില്ല. 10 സെക്കൻഡിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ചട്ടിയിൽ ഇങ്ങനെ കിടന്ന് പാട് കിടക്കരുത് കേട്ടോ. അപ്പൊ ബലം വരും റൊട്ടിക്ക്. അപ്പൊ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കണം. വീണ്ടും ഒരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചിടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കംപ്ലീറ്റ് 3 സെക്കൻഡ് വീതം വെച്ച് ഞാൻ ഇടുന്നുള്ളൂ. 3 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ മറിച്ചിടും. ആദ്യത്തെ പ്രാവശ്യം മാത്രം 2 സൈഡും 10 സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പുറത്തെ സൈഡും 10 സെക്കൻഡ് ആയിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. പുറമേ നിന്നൊക്കെ ഒരു ചെറിയ ബലം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതായി തുടങ്ങിയിട്ടുണ്ട്. കൈ വെച്ച് ഇടക്കിടക്ക് നിങ്ങൾ വേണമെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യാം കേട്ടോ. കൈ പൊള്ളുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇടക്കിടക്ക് ഒന്ന് സൈഡിൽ നിന്ന് വിട്ട് വരുന്ന സ്ഥലത്തുനിന്ന് ഒന്ന് വെടിപ്പിച്ച് നോക്കാം. ഇതായിട്ടില്ല. ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പൊ കിടന്ന പാട് കിടത്തരുത്. തിരിച്ച് മറിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ മുകളിലത്തെ ഭാഗം ഇത്തിരിയും കൂടി ഒന്നായിട്ടുണ്ട്. ഇതിപ്പോ ഇങ്ങോട്ട് വിട്ടു പോകാനുണ്ട് കേട്ടോ. നിങ്ങൾ കംപ്ലീറ്റ് കുക്കായി ഇങ്ങനെ ബ്രൗൺ കളറായി വരാൻ നോക്കണ്ട. വിട്ട് തുടങ്ങുന്ന സമയത്ത് ഇങ്ങോട്ട് വെടിപ്പിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് തോന്നാണ് ഇത്തിരി കൂടി വേവാനുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സൈഡിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അതിന്റെ പുറമെ ഇട്ടാലും ഒന്ന് ചൂടുകൊള്ളുമ്പോഴത്തേനും അത് ആയിക്കോളും. അത്രയ്ക്ക് നൈസാണോ സംഭവം. ഇത് കുക്കായി വന്നാലാണ് അത് വെടിപ്പിച്ച് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് പേടിക്കാനില്ല. വെന്തിട്ടൊക്കെ ഉണ്ടാവും. വിട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഇട്ടുകൊണ്ടിരിക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാം. സൈഡ് തന്നെ റൊട്ടി ഇങ്ങനെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബലം വെക്കും. ചട്ടിയുടെ സൈഡിൽ അങ്ങനെ കുറച്ച് നേരം ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് വെന്തിട്ടൊക്കെ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടുന്നുള്ളൂ എന്റെ ഒരു ആത്മവിശ്വാസത്തിന് വേണ്ടിയിട്ട്. അത് വേവാണ്ട് അത് ഒന്നേന്ന് വിട്ടു പോരില്ല കേട്ടോ. അതുകൊണ്ട് വീണ്ടും വരണമെന്നൊന്നുമില്ല. അപ്പൊ ഞാൻ റുമാൽ റൊട്ടി കണ്ടിട്ടുണ്ടെങ്കിലൊക്കെ ഒരു ചെറിയ ഒരു ബ്രൗൺ കളർ വരട്ടേന്ന് ഓർത്ത് ജസ്റ്റ് ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ. അങ്ങനെ ഇടാത്തതാണ് നല്ലത് കേട്ടോ. അപ്പൊ അത്രയും സോഫ്റ്റ് ആയിരിക്കും. ഞാൻ ചുട്ട 14 റൊട്ടിയിൽ ഒരെണ്ണം പോലും വെറുതെ പോയില്ല കേട്ടോ. ഈ രീതിയിൽ നിങ്ങൾ കുഴച്ചുണ്ടാക്കുക എന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. 14 ഉടനെ ഉണ്ടായിരുന്നു. 14 റൊട്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം പോലും വെറുതെ പോയിട്ടില്ല. നമ്മൾ ഒരുപാട് നേരം ചട്ടിയിലിട്ടുണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ബലം പിടിച്ചും കരിഞ്ഞും ഇതായിട്ടൊക്കെ പോകും. അപ്പൊ നല്ല സോഫ്റ്റിന് നല്ല ചപ്പാത്തി ആയിട്ട് ഓരോന്നും നമുക്ക് കിട്ടും. ഇതേ രീതിയിൽ നിങ്ങൾ ചുട്ടെടുത്താൽ മതി കേട്ടോ. ഓരോന്നും ചുട്ടെടുക്കുന്നത് നേരെ കാസറോളിൽ വെച്ചിട്ട് അടിച്ചു വെക്കാം കേട്ടോ. ഇത് പുറത്തിരുന്നിട്ടുണ്ടെങ്കിൽ ബലം വെക്കും. ചൂടിന് തന്നെ കാസറോൾ അടിച്ചു വെച്ച് ആ ചൂട് കൊണ്ട് ഇരിക്കുമ്പോൾ നല്ല ആവിയിൽ നല്ല തളർന്ന് ഇങ്ങനെ കിടന്നോളും. ഉണ്ടാക്കി അപ്പൊ തന്നെ കഴിക്കാനാട്ടോ ഇത് കൂടുതൽ നല്ലത്. അപ്പൊ നിങ്ങൾ വയ്ക്കുക എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കുക. ഇതിൽ വെച്ച് തന്നെ വീണ്ടും ചുട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഒന്നുകൂടി ബലം വരുള്ളൂ. ഓവളിലൊക്കെയാണ് ചൂടാക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം തിളച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരുപാട് ചൂടാക്കരുത്. അതേ രീതിയിൽ തന്നെ അടുത്ത 7 എണ്ണം ഞാൻ പരത്തി ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കണ്ടില്ലേ, ശരിക്കും റുമാല് പോലെ ഒരു കർച്ചീഫ് മാതിരിയില്ലേ, ഭയങ്കര നൈസാണ്. ബാക്കില് എന്റെ കൈയിന്റെ നെയിൽ കാണാം, നിങ്ങൾ കണ്ടോ? അത്രയ്ക്ക് നൈസാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ചുട്ടിടാനൊക്കെ നല്ല രസവുമാണ്, നല്ല എളുപ്പവുമാണ്. ഈ സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്ത് ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. ഞാനൊരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ, ഭംഗിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ശരിക്കും ഒരു കർച്ചീഫ് മാതിരിയില്ലേ, അത്രയ്ക്ക് നൈസാണ്. നമ്മുടെ നെയിൽ കാണാം അതിന്റെ ഇപ്പുറത്തേക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പം തയ്യാറാക്കാം കേട്ടോ. ഫ്ലോപ്പ് ആവാനുള്ള ഒരു സാധ്യതയില്ല. ഞാൻ പറഞ്ഞ എല്ലാ സ്റ്റെപ്പും അതുപോലെ ഫോളോ ചെയ്തിട്ട് ചെയ്താൽ മതി. കംപ്ലീറ്റ് വീഡിയോ കണ്ടിട്ട് ചെയ്യാം കേട്ടോ.
പ്ലാറ്റ്ഫോമിൽ റൊമാറ്റോയുടെ റെസിപ്പീസ് ഒത്തിരി ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അതൊന്നും ശരിയാവുണ്ടായിരുന്നില്ല. ഞാൻ ചെയ്തു പോരും, ഒട്ടി പിടിച്ച് പോരും. മെയിൻ ആയിട്ട് അതായിരുന്നു, എനിക്കിങ്ങനെ വിട്ട് വിട്ട് ഇത്രയും നൈസായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഞാൻ നിരീക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും റെസിപ്പി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.